Hello dear students, welcome to the channel. I am Shyam Krishnan, Assistant Professor, SNIT Adu. Our today's topic is Lloyd-Fisher square. So this is a method for the measurement of iron losses. It's a topic from 4th module of EE 208 Electrical Measurements and Instrumentation for BTech 4th semester students. So let's see what is the method of measurement of iron losses using wattmeter, and the method is Lloyd-Fisher square. The main objective of this lecture is to understand the measurement of iron losses in a strip or sheet using Lloyd-Fisher square. Let's see the introduction. Lloyd-Fisher square. So as I have told before, this method is used for the measurement of iron losses in strip or sheet material. അതായത് സ്ട്രിപ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷീറ്റ് ആയിട്ടുള്ള അയൺ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ അയൺ ലോസസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മെത്തേഡാണ് ഈ ലോയിഡ്-ഫിഷർ സ്ക്വയർ എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് പ്രീവിയസ് KTU ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. 10 മാർക്ക് ഒറ്റയടിക്ക് 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തവണത്തെ യൂണിവേഴ്സിറ്റി എക്സാമിനും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ശ്രദ്ധിച്ചു പഠിക്കുക. So the strip material to be tested is assembled as closed magnetic circuit in the form of a square. അപ്പോൾ അതായത് നമുക്ക് ഏതിന്റെ ആണോ ഏത് സ്ട്രിപ്പിന്റെ ആണോ നമുക്ക് ഈ ഒരു അയൺ ലോസ് മെഷർ ചെയ്യേണ്ടത്, അതിനെ നമ്മളൊരു ക്ലോസ്ഡ് മാഗ്നറ്റിക് സർക്യൂട്ട് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ കൺവേർട്ട് ചെയ്യുന്നു. ഇതിന്റെ ഒരു ഫിഗർ ഇതിന്റെ നെക്സ്റ്റ് സ്ലൈഡ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫിഗർ വെച്ച് നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, so this arrangement is known as magnetic square. The Lloyd-Fisher square is the most commonly used magnetic square. So ഒരു സിമ്പിൾ ആണെങ്കിൽ നെക്സ്റ്റ് ഫിഗർ വെച്ച് ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. Lloyd-Fisher square അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ വെച്ച് ഞാൻ ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഏതിന്റെയാണോ അയൺ ലോസ് മെഷർ ചെയ്യേണ്ടത്, അതിനെ നമ്മൾ ആ അയൺ ലോസിന്റെ ഷീറ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. പല ഷീറ്റുകളുടെ അയൺ ലോസ് ആണ് മെഷർ ചെയ്യേണ്ടെങ്കിൽ ആ ഷീറ്റുകളെ എല്ലാം കൂടെ ചേർത്ത് ഇതേപോലെ സ്ട്രിപ്പുകളാക്കി മാറ്റും. ഇതുപോലെ 4 സ്ട്രിപ്പ് ആക്കി മാറ്റും. കാണാമല്ലോ, ഈ ഒരു 4 സ്ട്രിപ്പ് നിങ്ങൾക്ക് കാണാമല്ലോ. സോ ഈ ഒരു 4 സ്ട്രിപ്പായിട്ട് നമ്മൾ ഈ ഒരു ഷീറ്റുകളെ മാറ്റും. അപ്പൊ എന്നിട്ടാണ് നമ്മൾ ഇതിനെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ മാറ്റിയെടുക്കും. ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിലേക്ക് നമ്മൾ ഇതിനെ മാറ്റും. അപ്പോൾ ഓരോ സ്ട്രിപ്പിനും ഏകദേശം 25 സെന്റിമീറ്റർ നീളവും 5 to 6 സെന്റിമീറ്റർ വീതിയുമുള്ള സ്ട്രിപ്പായിട്ടായിരിക്കും നമ്മൾ മാറ്റുന്നത്. അപ്പൊ ആദ്യം ഉണ്ടാക്കുന്ന ഈ 4 സ്ട്രിപ്പാണ് ആദ്യം നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഈ 4 സ്ട്രിപ്പുകളെ നമ്മൾ ഇതേപോലെ ഈ സെയിം മെറ്റീരിയൽസിന്റെ തന്നെ അയൺ ഷീറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ ഇതേപോലെ ജോയിൻ ചെയ്യും. കണ്ടല്ലോ, ഈ 4 എഡ്ജസ് നമ്മൾ കണ്ടല്ലോ, ഇതേപോലെ ജോയിൻ ചെയ്യും. ഇതും സെയിം മെറ്റീരിയൽ തന്നെ ഉള്ള അയൺ ഷീറ്റുകൾ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെക്കും. ഇതുപോലെ വളച്ച് വെച്ചിട്ട് ഈ ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യും ഈ 4 സ്ഥലത്തും. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് അയൺ ഷീറ്റുകളെ നമ്മൾ ഇതുപോലെ സ്ട്രിപ്സ് ആക്കി മാറ്റുന്നു. It will be 25 centimeter length and 5 to 6 centimeter width, and the remaining end corner portions, ഈ ഒരു corner portions we are completing using the same iron material by bending those ഷീറ്റുകൾ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ച് 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്ത് ഈ ഒരു Lloyd-Fisher square കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ Lloyd-Fisher square എന്ന് പറയുന്നത്. ഈ ഒരു Lloyd-Fisher squareലുള്ള അയൺ ലോസ് ആണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഒരു മെറ്റീരിയലിന്റെ അയൺ ലോസ് ആയി നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തിന്റെയാണ് നമ്മൾ ഇങ്ങനെ അയൺ ലോസ് മെഷർ ചെയ്യേണ്ടത്, അതിനെ നമ്മൾ ഇങ്ങനെ Lloyd-Fisher square ആക്കി മാറ്റി ശേഷം ഇതൊരു വാട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്ത് ഒരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് മീറ്റർ റീഡ് ചെയ്യുന്നത് അയൺ ലോസ് ആയിരിക്കും. ആ രീതിയിലാണ് നമ്മൾ ഈ Lloyd-Fisher square ഉപയോഗിച്ച് അയൺ ലോസ് കണ്ടുപിടിക്കുന്നത്. long and 5 to 6 centimeter wide. The individual strips are insulated from each other. ഓരോ സ്ട്രിപ്പുകളും നമ്മൾ പരസ്പരം ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. These strips are built up into 4 stacks. നമ്മൾ 4 stacks ആയിട്ടാണ് ഈ ഒരു സ്ട്രിപ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്തത്. And assembled to form a complete magnetic circuit with the help of bent corner pieces and clamps. അതായത് ഈ 4 stacks നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു കംപ്ലീറ്റ് മാഗ്നറ്റിക് സർക്യൂട്ട് ഉണ്ടാക്കുന്നു. ബൈ ബെൻഡിങ് ദ കോർണർ പീസസ് ബെൻഡ് ചെയ്ത് വെച്ച് ക്ലാമ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു കംപ്ലീറ്റ് മാഗ്നറ്റിക് സർക്യൂട്ടായി ഒരു സ്ക്വയർ ആക്കി മാറ്റുന്നു. These corner pieces should be of same material as the strips, or at least material having similar magnetic properties. അതായത്
നമ്മൾ ഈ കോർണർ പോർഷനിൽ ബെൻഡ് ചെയ്ത് വെക്കുന്ന സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ സെയിം മാഗ്നറ്റിക് മെറ്റീരിയൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം മാഗ്നറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള സ്ട്രിപ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ഓവർലാപ്പിംഗ് ഉണ്ടെങ്കിൽ വളരെ ചെറിയൊരു ഓവർലാപ്പിംഗ് മാത്രമേ അവിടെ ആപ്ലിക്കബിൾ ആകാവുള്ളൂ. എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്ത് അത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കംപ്ലീറ്റ് മാഗ്നറ്റിക് സർക്യൂട്ട് ആക്കി മാറ്റണം. ഇനി ഇപ്പോ എങ്ങനെയാണ് ഈ ഒരു ലോയിഡ് ഫിഷർ സ്ക്വയർ വെച്ചുകൊണ്ട് നമ്മൾ അയൺ ലോസ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു സീ ദ ടെസ്റ്റ് സെറ്റപ്പ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോയിഡ് ഫിഷർ സ്ക്വയർ. ഇതിനകത്ത് ഇതാണ് നമ്മുടെ സ്പെസിമെൻ എന്ന് പറയുന്നത്, ടെസ്റ്റ് സ്പെസിമെൻ. ഇതിനകത്തുള്ള അയൺ ലോസ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പൊ അയൺ ലോസ് മെഷർ ചെയ്യാനുള്ള ടെസ്റ്റ് സ്പെസിമെനെ ഇതേപോലെ ഒരു ലോയിഡ് ഫിഷർ സ്ക്വയർ ആക്കി ആദ്യം മാറ്റും. ഓക്കെ, ഇതുപോലെ അതിന്റെ ഒരു സിംപ്ലിഫൈഡ് ഫോം ആണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, ഇതിന്റെ ഒരു ഡിറ്റർമിനേഷൻ ഓഫ് അയൺ ലോസ് യൂസിങ് ലോയിഡ് ഫിഷർ സ്ക്വയർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സൈൻ വേവ് ഓൾട്ടർനേറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതുവഴിയാണ് നമ്മൾ സൈൻ വേവ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഓൾട്ടർനേറ്റർ വഴി ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഒരു സ്റ്റാർട്ടർ ആണ് നമുക്കറിയാം. ഇതുപോലെ സപ്ലൈ നമ്മൾ സീറോയിൽ നിന്ന് മെല്ലെ എത്രയാണോ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാർട്ടർ ആണെന്ന് ഓട്ടോ ട്രാൻസ്ഫോമർ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ വഴി ഒരു അമ്മീറ്റർ വഴി ഇതിലേക്കൊരു ഈ ലോയിഡ് ഫിഷർ സ്ക്വയറിന്റെ പ്രൈമറി വൈൻഡിങ്, ഇതാണ് ഇതിന്റെ പ്രൈമറി വൈൻഡിങ് എന്ന് പറയും. എം ആണ് ഇതിന്റെ പ്രൈമറി വൈൻഡിങ് വഴി പോകുന്നു. എന്നിട്ട് ഇത് ഈ കാണുന്നത് ഒരു വാട്ട് മീറ്റർ ആണ്. എല്ലാവരും ഇവിടേക്ക് ഒന്ന് ശ്രദ്ധിക്കണം. വാട്ട് മീറ്റർ ആണ് ഈ കാണുന്നത്, MLCB. ഈ വാട്ട് മീറ്ററിന്റെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ പ്രൈമറി കോയിലിന്റെ ബാക്കിയായിട്ടാണ് ഈ വാട്ട് മീറ്ററിന്റെ കറണ്ട് കോയിലിൽ കൂടെ കയറുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. അപ്പോ ഈ വാട്ട് മീറ്ററിന്റെ ഈ കോയിലാണ് കറണ്ട് കോയിൽ, ഈ കോയിലാണ് പ്രഷർ കോയിൽ എന്ന് പറയുന്നത്. അപ്പൊ കറണ്ട് കോയിലും പ്രഷർ കോയിലും ഉള്ള ഇതാണ് വാട്ട് മീറ്റർ. അപ്പോൾ ഈ പ്രൈമറി കോയിൽ ചുറ്റി വന്നുകൊണ്ട് ഈ കറണ്ട് കോയിലിൽ കൂടെ കയറിക്കൊണ്ട് ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ പ്രൈമറി വൈൻഡിങ് ആണ് കറണ്ട് കോയിലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് സെക്കൻഡറി വൈൻഡിങ്. ഇവിടെ രണ്ട് സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ട്. ലോയിഡ് ഫിഷർ സ്ക്വയറിന്റെ ഒരു സെക്കൻഡറി വൈൻഡിങ് ആണ് S1, രണ്ടാമത്തെ സെക്കൻഡറി വൈൻഡിങ് ആണ് S2. അപ്പൊ S1ന്റെ ഈ സെക്കൻഡറി കോയിലിലേക്കാണ് നമ്മൾ ആദ്യം പ്രഷർ കോയിൽ കണക്ട് ചെയ്തത്. ക്ലിയർ ആണല്ലോ. അപ്പം കറണ്ട് കോയിൽ എന്ന് പറയുന്നത് പ്രൈമറിയിൽ കണക്ട് ചെയ്തു. പ്രഷർ കോയിൽ, വോൾട്ടേജ് മെഷർ ചെയ്യുന്ന കോയിൽ എന്ന് പറയുന്നത് സെക്കൻഡറി കോയിലിൽ ഒരു സെക്കൻഡറി കോയിലായിട്ടുള്ള S1ൽ കണക്ട് ചെയ്തു ഈ പ്രഷർ കോയിൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രഷർ കോയിൽ S2 എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്ററിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്ററിലോട്ട് നമ്മൾ ഇത് S2നെ കണക്ട് ചെയ്യും. ഇനി ഇതാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ പറയുന്നത്. വർക്കിംഗ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിവിടെ സപ്ലൈ കൊടുക്കുമ്പോൾ ഈ പറയുന്ന കോറിൽ കൂടെ ഈ ഒരു സപ്ലൈ ഒഴുകും, മാഗ്നറ്റിക് ഫീൽഡ് ഒഴുകും. അതിനനുസരിച്ച് ഉള്ള ഒരു റീഡിംഗ് ഈ വാട്ട് മീറ്റർ തരും. വാട്ട് മീറ്ററിൽ കൂടെ കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ അയൺ ലോസ്, വാട്ട് മീറ്റർ റീഡിംഗിൽ നിന്ന് നമുക്ക് അയൺ ലോസിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ടെസ്റ്റ് സെറ്റപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അയൺ ലോസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. So the figure in the previous slide shows the connection diagram for finding total iron losses by wattmeter method using Lloyd-Fisher square. So നമ്മളിവിടെ ഒരു wattmeter ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യൂസിങ് wattmeter method എന്ന് പറയുന്നത്. ഈ Lloyd-Fisher square ആയിട്ട് മാറ്റിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. So the test specimen is weighted before assembly and its effective cross section is determined. അതായത് ഈ ഒരു ടെസ്റ്റ് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് സ്പെസിമെന്റെ വെയിറ്റ് മെഷർ ചെയ്യും. അത് കൂടാതെ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണെന്നും നമ്മൾ കണ്ടുപിടിച്ച് വെക്കും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. കാരണം ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ വഴിയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ഒക്കെ വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെക്കും. നെക്സ്റ്റ്, ദ പ്രൈമറി വൈൻഡിങ് ഈസ് കണക്റ്റഡ് ടു എ സൈനസോയിഡൽ വോൾട്ടേജ് സപ്ലൈ. അത് നമ്മൾ കണ്ടിരുന്നതാണ്. പ്രൈമറിയിലേക്ക് നമ്മളൊരു സപ്ലൈ കൊടുക്കും. The primary winding contains the current coil of the wattmeter. വാട്ട്മീറ്ററിന്റെ കറണ്ട് കോയിൽ കണക്ട് ചെയ്യുന്നത് പ്രൈമറി കോയിലായിരിക്കും. പ്രഷർ കോയിൽ ഈസ് സപ്ലൈഡ് ഫ്രം വൺ ഓഫ് ദ സെക്കൻഡറി വൈൻഡിങ് S1. അതായത് സെക്കൻഡറി വൈൻഡിങ് രണ്ടെണ്ണം ഉണ്ട്. അതിൽ ഒരു സെക്കൻഡറി വൈൻഡിങ്ങിലേക്കാണ് നമ്മൾ പ്രഷർ കോയിൽ കണക്ട് ചെയ്യുന്നത്. ആൻഡ് the second secondary coil S2 is connected to a electrostatic voltmeter. The supply frequency is adjusted to correct value and the magnetizing current is adjusted to give the required value of Bmax
ആൻഡ് റീഡിങ്സ് ഓഫ് വാട്ട് മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ. അതായത് നമുക്ക് ഇപ്പൊ വോൾട്ട് മീറ്ററും നമ്മൾ വാട്ട് മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സപ്ലൈ കൊടുക്കുന്നു, സപ്ലൈ കൊടുത്ത് റിക്വയർഡ് വോൾട്ടേജ് ആയോ എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് വോൾട്ട് മീറ്റർ റീഡിംഗിൽ കറക്റ്റ് വോൾട്ടേജ് കിട്ടുന്നവരെ നമ്മൾ സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്യുക. സപ്ലൈയും സപ്ലൈ ഫ്രീക്വൻസിയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വോൾട്ട് മീറ്ററിലും വാട്ട് മീറ്ററിലും ഇപ്പൊ ഉദാഹരണം പറയാൻ 220 വോൾട്ട് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 220 വോൾട്ട് വരെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഈ സെക്കൻഡറിയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്ററിൽ കൂടെയുള്ള റീഡിംഗ് നോക്കിക്കൊണ്ട് നമ്മൾ സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ റിക്വയർഡ് മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ബി മാക്സ്, ഇപ്പൊ റിക്വയർഡ് വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ റിക്വയർഡ് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ആയിരിക്കും ആ ഒരു കോറിനകത്തുള്ളത്. അപ്പൊ അത്രയും ഫ്ലക്സ് ഡെൻസിറ്റി വരുന്നവരെ നമ്മൾ സപ്ലൈയെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ്, the electrostatic voltmeter connected across S2 measures the RMS value of induced voltage. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു സെക്കൻഡറി S2 എന്ന് പറയുന്ന സെക്കൻഡറി വൈൻഡിങ്ങിൽ നമ്മളൊരു ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട്മീറ്റർ വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ട് എത്രയാണെന്നുള്ളത് അതാണ് മെഷർ ചെയ്യുന്നത് അല്ലെ റീഡ് ചെയ്യുന്നത്. ദ വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജസ്, അപ്പൊ ഇങ്ങനെയുള്ള ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന വാല്യൂ, അതായത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട്മീറ്റർ മെഷർ ചെയ്യുന്ന ആ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണിത്. അതായത് E is equal to 4kF into Bmax into AS into F into N2 volts. ഇത്രയും വോൾട്ട്സ് ആയിരിക്കും ഈ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ആയിട്ട് നമ്മൾ സെക്കൻഡറിയിൽ റീഡ് ചെയ്യുന്നത്. അതായത് KF എന്ന് പറയുന്നത് ഫോം ഫാക്ടർ ആയിരിക്കും, AC-യുടെ ഫോം ഫാക്ടർ. Bmax എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി, അതായത് അപ്പാരന്റ് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഇത് കറക്റ്റ് ആണെന്ന് നിർബന്ധമില്ല, കാരണം ചെറിയ എയർ ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു മാക്സിമം ബി ഡാഷ് മാക്സിനെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. സോ ഇതൊരു അപ്പാരന്റ് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. കുറച്ച് കറക്ഷൻസ് വേണ്ടി വരും, കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോയിൽ എന്ന് പറയുന്നത് കോറിനെ ചുറ്റി വെച്ചേക്കുവാണ്. കോയിലിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് കോറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയക്കാട്ടി ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പൊ എയർ ഗ്യാപ്പും ഒക്കെ എഫക്റ്റഡ് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഫ്ലക്സ് ഡെൻസിറ്റിയിൽ ചെറിയൊരു വ്യത്യാസം വരാം. അതുകൊണ്ടാണ് ഇത് അപ്പാരന്റ് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ കുറച്ച് കഴിയുമ്പോൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് AS, ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് സ്പെസിമെൻ. അതായത് സ്പെസിമെൻ, അതായത് ഈ ഒരു ലോയിഡ് ഫിഷർ സ്ക്വയർ ആണല്ലോ നമ്മുടെ ഇപ്പോൾ ഒരു സ്ക്വയർ ആയിട്ട് മാറ്റിയിട്ടുള്ളതാണല്ലോ നമ്മുടെ സ്പെസിമെൻ എന്ന് പറയുന്നത്. അതിന്റെ ഏരിയ അത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ഏരിയ എത്രയാണോ നമ്മൾ മെഷർ ചെയ്യണം. ആ ഏരിയ ആണ് AS എന്ന് പറയുന്നത്. F എന്ന് പറയുന്നത് സപ്ലൈ ഫ്രീക്വൻസി ആണ്. N2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ് ഇൻ S2, അതായത് സെക്കൻഡറി വൈൻഡിങ്ങിലെ S2-ലുള്ള ടേൺസ് ആണ് N2. അവിടെയാണല്ലോ നമ്മുടെ ഔട്ട്പുട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ AC എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് കോയിലും AS എന്ന് പറയുന്നത് സ്പെസിമെൻ, ലോയിഡ് ഫിഷർ സ്ക്വയർ സ്പെസിമെന്റെ ഏരിയ ആണ് AS. അതിൽ ചുറ്റി വെച്ചിരിക്കുന്ന കോയിലിന്റെ ഏരിയ ആണ് AC എന്ന് പറയുന്നത്. അപ്പൊ ഈ AC എന്ന് പറയുന്നത് AS-നേക്കാൾ വലുതായേക്കാം. ഈ ചാർജ് സെയിം ആയിട്ടുള്ള വലിയ ക്രോസ് സെക്ഷൻ രണ്ടും ആസ് ലാർജ് ആസ് AS ആണ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കോയിലിന്റെ ക്രോസ് സെക്ഷൻ ഏരിയയും സ്പെസിമെന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ thus S2 encloses flux in the air gap between specimen and coil in addition to the flux in the specimen. So correction is needed to apply for the value of Bmax. അതുകൊണ്ട് തന്നെ ഈ ഒരു Bmax എന്ന് പറയുന്ന വാല്യൂ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിരുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് Bmax കിട്ടും. പക്ഷേ അതിനകത്ത് ചെറിയ ഒരു കറക്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ ആക്ച്വൽ വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി നമുക്ക് കിട്ടുള്ളൂ. ഞാൻ തൊട്ട് മുമ്പത്തെ സ്ലൈഡ് ഞാനത് പറഞ്ഞിരുന്നു. സോ ദ ആക്ച്വൽ വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി BM is equal to തൊട്ട് മുമ്പത്തെ ആ ഒരു വാല്യൂ B ഡാഷ് മാക്സ്, അതായത് ആ ഒരു അപ്പാരന്റ് വാല്യൂവിൽ നിന്ന് നമ്മൾ ഈ ഒരു എയർ ഗ്യാപ്പിൽ ഉണ്ടാകുന്ന ഒരു വാല്യൂ നമ്മൾ കുറയ്ക്കണം. അതായത് μ0 into HM into AC by AS minus 1. So this is the equation, this is the corrected value of equation of flux density, where HM is the maximum magnetizing force. AC എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, കോയിലിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. AS എന്ന് പറയുന്നത് ഈ സ്പെസിമെന്റിന്റെ മാഗ്നറ്റിക് സ്പെസിമെന്റെ ഏരിയ ആണ്. സോ ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. സോ ദീസ് ഇസ് ദ കറക്റ്റഡ് വാല്യൂ ഓഫ് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി. നൗ ഫ്രം ദിസ് ഇക്വേഷൻ വി നീഡ് ടു ഫൈൻഡ് ദ അയൺ ലോസസ്. സോ ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഫൈൻഡ് ദ അയൺ ലോസസ് ഓഫ് ദ സ്പെസിമെൻ. നമുക്ക് അയൺ ലോസ് മാത്രമാണ് വേണ്ടത്. പക്ഷേ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ വാട്ട് മീറ്ററിൽ നിന്നാണ് നമുക്ക് അയൺ ലോസ് കിട്ടുന്നത്. പക്ഷെ ഈ വാട്ട് മീറ്റർ എന്ന് പറയുന്നത് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോറിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ അയൺ ലൂസ് മാത്രമല്ല, കൂട്ടത്തിൽ കുറച്ച് എന്തുകൂടെ വരും, കോപ്പർ ലൂസും കൂടെ വരും അല്ലെ. വൈൻഡിങ് ഉണ്ട് അതില്. അപ്പൊ വൈൻഡിങ് കണക്ട് ചെയ്തിട്ടുള്ളത് കോറിലേക്കാണെങ്കിൽ കോറ് മാത്രമല്ല, പക്ഷെ വൈൻഡിങ് ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്തിൽ എന്തുകൂടെ വരും, കോപ്പർ ലോസും കൂടെ ഇൻക്ലൂഡ് ആവും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ റീഡിങ്ങിൽ നിന്ന് കോപ്പർ ലോസിനെ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ബാക്കി കിട്ടുന്നതാണ് എന്ത്, നമ്മുടെ അയൺ ലോസ് എന്ന് പറയുന്നത്.
So the copper loss of the secondary can be calculated and subtracted from the wattmeter reading. അതുകൊണ്ട് തന്നെ നമ്മൾ കോപ്പർ ലോസിനെ കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ റീഡിങ്ങിൽ നിന്ന് കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അയൺ ലോസ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇത് മെഷർ ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് നോക്കാം. ഈ പി ഐ എന്ന് പറയുന്നത് ടോട്ടൽ അയൺ ലോസ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് പി ഇസ് ദ വാട്ട്മീറ്റർ റീഡിംഗ്. ഓക്കെ, രണ്ടും വാട്ട്സിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. Then V is the applied voltage to wattmeter pressure coil and E is the voltage reading of voltmeter, which means voltage induced in S2 volt. അതായത് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ എഴുതിയിരുന്ന ഇക്വേഷൻ E എന്ന് പറയുന്നത്. Then RP is the resistance of wattmeter pressure coil and RC is the resistance of coil S1 and IP is the current in pressure coil. Pressure coil കൂടെ പോകുന്ന കറണ്ട് ആണ്. ഇത്രയും ടേംസ് എല്ലാവരും നോട്ട് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ടേംസ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് നൗ ലെറ്റ്സ് സീ ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ വൈൻഡിങ് S1. അപ്പോൾ നമ്മൾ S2 ഇൻഡ്യൂസ്ഡ് ആകുന്ന എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. S2 ലുള്ളതാണ് E എന്ന് പറയുന്നത്. S2 എന്ന് പറയുന്നത് സെക്കൻഡറി വൈൻഡിങ് ആണ്. അതിലാണ് നമ്മൾ ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത്. അതിൽ റീഡ് ചെയ്യുന്ന EMF ആണ് E എന്ന് പറയുന്നത്. നമ്മൾ ഈ ഇക്വേഷൻ എഴുതി പഠിച്ചിരുന്നു. പക്ഷേ നമ്പർ ഓഫ് ടേൺസ് ഇൻ S1 ആൻഡ് S2 ആർ സെയിം. അതായത് S1 ലുള്ള നമ്പർ ഓഫ് ടേൺസും S2 ലുള്ള നമ്പർ ഓഫ് ടേൺസും രണ്ടും സെക്കൻഡറി ആണ്. രണ്ടും സെയിം ആയിട്ടുള്ള ടേൺസ് ആയതുകൊണ്ട് തന്നെ രണ്ടിലും ഒരേ EMF ആയിരിക്കും ഇൻഡ്യൂസ്ഡ് ആകുന്നത്. അതുകൊണ്ട് തന്നെ S1 ലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നതും E തന്നെ ആയിരിക്കും. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഓംസ് ലോയുടെ ഇക്വേഷൻ V is equal to IR ആണ്. അതുകൊണ്ട് തന്നെ I into R. I എന്ന് പറയുന്നത് IP എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പത്തെ ടേം പറഞ്ഞിരുന്നു. IP is the current through this pressure coil and this is the resistance, total resistance. Resistance എന്ന് പറയുന്ന ഒന്ന് resistance of pressure coil and resistance of that coil. So this is the total resistance. So E is equal to IP into RP plus RC. Therefore total copper loss in equation നമുക്കറിയാം. P is equal to V square by R. സോ പവറിന്റെ ഇക്വേഷൻ തന്നെയാണ്. ഒരു ലോസ് എന്ന് പറയുന്നത് ശരിക്കും പവർ ആണ്. അതുകൊണ്ട് തന്നെ പവർ ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ R ആണ്. സോ E സ്ക്വയർ ബൈ R നമ്മൾ എടുത്തു. സോ ടോട്ടൽ അയൺ ലോസ് ഇൻ സ്പെസിമെൻ പ്ലസ് കോപ്പർ ലോസ് ഇൻ ദ സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നതാണ് നമ്മളുടെ വാട്ട്മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു PE ഇൻറ്റു V. അതെങ്ങനെയാണ് ഈ PE ഇൻറ്റു, അതായത് ടോട്ടൽ ലോസിന്റെ ഇക്വേഷൻ PE ഇൻറ്റു V എന്നുള്ളത് എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പറയാൻ പോകുന്നത്. ആക്ച്വലി ഒരു വാട്ട്മീറ്റർ റീഡിംഗ് P എന്ന് പറയുന്നത്, വാട്ട്മീറ്റർ റീഡിംഗ് ആണ് P എന്ന് പറയുന്നത് കറണ്ട് കോയിലെ കറണ്ടും പ്രഷർ കോയിലെ വോൾട്ടേജും രണ്ടിന്റെയും കൂടെ പ്രോഡക്റ്റ് ആണല്ലോ പവർ എന്ന് പറയുന്നത്, കറണ്ടിന്റെ വോൾട്ടേജ്. അപ്പൊ നമ്മൾ വാട്ട്മീറ്റർ റീഡിംഗിലുള്ള രണ്ട് കോയിലാണ് കറണ്ട് കോയിലും പ്രഷർ കോയിലും. കറണ്ട് കോയിലിൽ കൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു പ്രഷർ കോയിലിൽ കൂടെ പോകുന്ന വോൾട്ടേജ് രണ്ടും കൂടെ ചെയ്യുന്നതാണ് ഒരു വാട്ട്മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത്. അതായത് IC ഇൻറ്റു V. പക്ഷെ നമുക്കറിയാം ഈ പ്രഷർ കോയിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ പ്രഷർ കോയിലിനകത്തുള്ള ഒരു റെസിസ്റ്റൻസ് ഡ്രോപ്പ് കാണുമല്ലോ, അത് കാരണം ചെറുതായിട്ട് വോൾട്ടേജ് കുറയും. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ആക്ച്വലി E എന്ന് പറയുന്ന V അല്ല, E ആണ് ശരിക്കും കറക്റ്റ് പവർ ലോസിന് നമുക്ക് അവിടെ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡറിൽ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് E എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട്മീറ്റർ വെച്ച് ഈ മെഷർ ചെയ്യുന്ന E ഉണ്ടല്ലോ, അതേ വോൾട്ടേജ് തന്നെ ആയിരിക്കണം പ്രഷർ കോയിലിൽ കൂടെ പോകേണ്ടത്. അതാണ് ആക്ച്വൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രഷർ കോയിൽ വോൾട്ടേജിനെ നമ്മൾ വിക്ക് പകരം E എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്ച്വൽ ലോസ് എന്ന് പറയുന്നത് നമ്മൾ IC ഇൻറ്റു E എന്നാണ് വരുന്നത്. ഓക്കെ, സോ ഈ IC ഇൻറ്റു E ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത് വാട്ട്മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി IC നമുക്ക് എങ്ങനെ എഴുതാം? I is equal to P by V എന്ന് എഴുതാമല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ I is equal to P by V എന്ന് എഴുതുന്നു ഇൻറ്റു E. സോ അതുകൊണ്ടാണ് PE ഇൻറ്റു V എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എക്സ്പ്രഷൻ വന്നിരിക്കുന്നത്. ടോട്ടൽ അയൺ ലോസ് ഇൻ സ്പെസിമെൻ പ്ലസ് കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു വാട്ട്മീറ്റർ റീഡിംഗ് വിച്ച് ഇസ് ഈക്വൽ ടു PE ഇൻറ്റു V എന്ന് പറയും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ വാട്ട്മീറ്റർ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമ്മൾ അയൺ ലോസ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ വാട്ട്മീറ്റർ റീഡിംഗിൽ നിന്നും കോപ്പർ ലോസിനെ കുറയ്ക്കുക, അപ്പോൾ കിട്ടുന്നതായിരിക്കും എന്ത് അയൺ ലോസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ടോട്ടൽ കോപ്പർ ലോസ്. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് ടോട്ടൽ കോപ്പർ ലോസ്, ഇതാണ് വാട്ട്മീറ്റർ റീഡിംഗ്. അപ്പോൾ ടോട്ടൽ അയൺ ലോസ് എങ്ങനെ കണ്ടുപിടിക്കാം? സോ ടോട്ടൽ അയൺ ലോസ് PI is equal to PE into V. ഇവിടെ കണ്ടുപിടിച്ച P into V വാട്ട്മീറ്റർ റീഡിംഗ് മൈനസ് ഇതാണ് കോപ്പർ ലോസ് E സ്ക്വയർ ബൈ R. സോ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടുന്നതാണ് ടോട്ടൽ അയൺ ലോസ് എന്ന് പറയുന്നത്. സോ ഫ്രം ദിസ് method, so by this we can find the total iron loss in a specimen by using a Lloyd-Fisher square. അപ്പോൾ ഇതാണ് ഈ ലോയിഡ് ഫിഷർ സ്ക്വയർ വഴി നമ്മൾ ടോട്ടൽ അയൺ ലോസ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ ഇത്ര എല്ലാവർക്കും പിടികിട്ടിയെന്ന് കരുതുന്നു. നമ്മൾ ആദ്യം ടോട്ടൽ ഇൻഡ്യൂസ്ഡ് EMF യുടെ ഇക്വേഷൻ എഴുതി. അതിനുശേഷം വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ S1 സെക്കൻഡറി വൈൻഡിങ്ങിലുള്ള S1ലുള്ള വോൾട്ടേജ് കണ്ടുപിടിച്ചു. അതിനകത്തുള്ള കോപ്പർ ലോസ് കണ്ടുപിടിച്ചു. അതിനുശേഷം വാട്ട് മീറ്റർ റീഡിംഗ് എത്രയാണെന്ന് നോക്കി. ഈ വാട്ട് മീറ്റർ റീഡിംഗിൽ നിന്ന് ഈ ടോട്ടൽ കോപ്പർ ലോസിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പോയിട്ട് കിട്ടുന്നതാണ് അയൺ ലോസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ബൈഹാർട്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഈ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യുക, ശേഷം ഈ ഇക്വേഷൻ കോപ്പർ ലോസിന്റെ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യുക, ശേഷം ടോട്ടൽ ഇത് വാട്ട് മീറ്റർ റീഡിംഗിന്റെ എത്രയാണെന്നുള്ളത് മൈനസ് ചെയ്യുക. ഈ വാട്ട് മീറ്റർ റീഡിംഗിൽ നിന്നും ഈ കോപ്പർ ലോസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടോട്ടൽ അയൺ ലോസ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ അയൺ ലോസ് ഇസ് ഈക്വൽ ടു PE/V minus E square by RP plus RC. So this is how we can measure the power loss, the iron loss in a specimen using Lloyd Fisher square. These are the previous KTU questions of this topic. ഒരുപാട് പ്രാവശ്യം KTUവിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഞാൻ ഇതിനകത്ത് സ്ഥലപരിമിതി കാരണം 3 എണ്ണം മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതല്ല, ഒരുപാട് ഇതുവരെ ചോദിച്ചിട്ടുള്ള പല യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിനും 10 മാർക്കിന് തന്നെ എസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ മോഡ്യൂളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. 4th സെമസ്റ്റർ ബിടെക് ഡിഗ്രി എക്സാമിനേഷൻ ജൂൺ 2017, ഡിസംബർ 2018, മെയ് 2019 ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റിക്ക് നമ്മൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലോയ്ഡ് ഫിഷർ സ്ക്വയർ. വാട്ട് ഈസ് ലോയ്ഡ് ഫിഷർ സ്ക്വയർ? എക്സ്പ്ലെയിൻ ദ മെഷർമെന്റ് ഓഫ് അയൺ ലോസ് യൂസിംഗ് ലോയ്ഡ് ഫിഷർ സ്ക്വയർ. 10 മാർക്കാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് അയൺ ലോസ് യൂസിംഗ് ലോയ്ഡ് ഫിഷർ സ്ക്വയർ. Another one is what is Lloyd Fisher square? Explain the measurement of iron loss in magnetic material employing Lloyd Fisher square using wattmeter method. ഇതെല്ലാം തന്നെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ വാട്ട് ഈസ് ലോയ്ഡ് ഫിഷർ സ്ക്വയർ കണ്ടോ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ലോയ്ഡ് ഫിഷർ സ്ക്വയർ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ആദ്യം ഒന്ന് എഴുതണം. അതിന്റെ പടം വരയ്ക്കണം, ആ സ്ക്വയർ റൂട്ടുള്ള പടം വരയ്ക്കണം. പിന്നെയാണ് മറ്റേ ടെസ്റ്റ് സെറ്റപ്പിന്റെ പടവും വരച്ചിട്ട് എഴുതണം. ഇവിടെ വാട്ട് ഈസ് ലോയ്ഡ് ഫിഷർ സ്ക്വയർ എന്ന് എടുത്ത് വെച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ അത് എഴുതുക. ആ 2 ഫിഗറും നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ക്വസ്റ്റ്യനും എഴുതണം. ആദ്യത്തെ സ്ക്വയറിന്റെ ഫിഗറും പിന്നെ ടെസ്റ്റ് സെറ്റപ്പിന്റെ ഫിഗറും എഴുതി തന്നെ വേണം എഴുതാൻ. 10 മാർക്ക് ഒറ്റയടിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും പഠിക്കുക. ഓക്കെ, സോ താങ്ക് യു എവരിവൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Lloyd Fisher square. So we will come in the next lecture with another topic. Okay, thank you everyone.